നമസ്കാരം. 8 ദിക്കുകളിൽ 7 എണ്ണത്തിന്റെയും അധിപർ ദേവന്മാരാണ്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയുടെ അധിപൻ അസുരനാകുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം ഏറുന്നത്. ഭൂമിയുടെ പ്രദക്ഷിണവീതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് മൂലയിലേക്കാണ്, അതായത് ഈശാനകോൺ, ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നതാണ്. ഇതിനാൽ വാസ്തുശാസ്ത്രപ്രകാരം 8 ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് കന്നിമൂല. പ്ലോട്ടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ഭാഗത്തെയാണ് കന്നിമൂല എന്ന് പരാമർശിക്കുന്നത്. ഗൃഹത്തിന്റെ ഒരു സമചതുരമോ ദീർഘചതുരമോ ആയിട്ടെടുത്താൽ അതിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന മുറി എന്നുള്ളതാണ് കന്നിമൂല എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഒരു വീട് പണിയാനുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യം ഏറിയതുമായ ദിക്കാണ് കന്നിമൂല. കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യം അതിനാലുണ്ട്. കന്നിമൂലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു കുടുംബത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് കരുതുന്നത്. ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത, ധനം, ഉയർച്ച എന്നിവയ്ക്ക് ദോഷമാണ് വന്നു ചേരുക. കുടുംബത്തിലെ അംഗങ്ങൾ മദ്യം, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടും എന്നാണ് പറയുക. കുടുംബ തകർച്ച, കർമ്മമേഖലയിൽ തിരിച്ചടി, കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക, കുട്ടികൾ വഴിതെറ്റി പോവുക തുടങ്ങിയ പ്രശ്നങ്ങളും നിങ്ങളെ ബാധിച്ചേക്കാം എന്ന് വാസ്തുശാസ്ത്രം പരാമർശിക്കുന്നതാകുന്നു. ഇനി ഒരു വീടാകണം എങ്കിൽ കന്നിമൂല എപ്രകാരമായിരിക്കണം, ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഇപ്രകാരമാണോ എന്ന് നോക്കുക. അല്ല എങ്കിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ശുഭം. ഗൃഹം നിർമ്മിക്കുമ്പോൾ ഈശാനകോൺ, അതായത് വടക്ക് കിഴക്ക് മൂല താഴ്ന്നും കന്നിമൂല ഉയർന്നും നിൽക്കുന്ന ഭൂമിയായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇത്തരം ഭവനങ്ങളിൽ നിങ്ങൾ താമസിക്കുന്നതിലൂടെ ആ വീടുകൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. സമ്പത്ത്, പണം, ജീവിത സൗഖ്യം എന്നിവ വർദ്ധിക്കും എന്നാണ് വാസ്തുശാസ്ത്രപ്രകാരം പരാമർശിക്കുന്നത്. ഈ കാരണത്താൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അല്പം മണ്ണിട്ട് പൊക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. വടക്ക് കിഴക്കായി കിണർ വരുന്നതും അതീവ ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇത്തരം ഭൂമിയെ ഉത്തമ ഭൂമി എന്നാണ് പരാമർശിക്കുക. ഈ വീടുകളിൽ, ഇത്തരത്തിലുള്ള ഭൂമിയിലെ വീടുകളിൽ താമസിക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. എന്നാൽ പാടില്ലാത്തതായ ചില കാര്യങ്ങളുണ്ട്. വളരെ പവിത്രതയുള്ള സ്ഥാനമായാണ് കന്നിമൂലയെ കരുതപ്പെടുന്നത്. ഇത് താഴ്ന്നു നിൽക്കുന്നതും മലിനമായിരിക്കുന്നതും കുടുംബത്തെ കാര്യമായി തന്നെ ബാധിക്കാം. പ്രത്യേകിച്ചും ഇവിടെ കുളം, കിണർ, അഴുക്കുചാലുകൾ, കൂടാതെ സെപ്റ്റിക് ടാങ്ക്, മറ്റ് കുഴികൾ ഇവ വരുന്നത് ദോഷകരമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. അതീവ ദോഷകരമാണ്. അതിനാൽ തന്നെ എപ്പോഴും ഇവിടെ വാസ്തുശാസ്ത്രപ്രകാരം വൃത്തിയായി തന്നെ വയ്ക്കേണ്ടതാകുന്നു. മലിനജലം പോലും പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. മനസമാധാനം ലഭിക്കണം എന്നില്ല. സന്താനങ്ങൾക്ക് പോലും അത് ദോഷമായി ഭവിക്കും. കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കന്നിമൂലയിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നതാണ് വാസ്തവം. ആത്മീയ പ്രവൃത്തികൾക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം കന്നിമൂലയാണ്. ഇതിനാൽ പ്രായമേറിയവരുടെ മുറി ഇവിടെ വരുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. സ്റ്റെയർ കേസ് കന്നിമൂലയിൽ പാടില്ല എന്നാണ് പറയുക. കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗൃഹനാഥന് ഏറ്റവും മോശമായാണ് ഭവിക്കുക. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. എന്നാൽ പലവിധ തിരിച്ചടികളാൽ ആ ഗൃഹനാഥന് വളരെയധികം തളർച്ച അനുഭവപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാകാം.
ഇവിടെ കഴിവതും ജനൽ വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ അലമാരയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അലമാര വരുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അലമാര വരിക മാത്രമല്ല, ചില കാര്യങ്ങൾ അലമാരയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതും അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ആ വീടുകളിൽ അത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ പണം ഇവിടെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. വീടുകളിൽ പണം സൂക്ഷിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിത്യ ചെലവിനായുള്ള പണം വടക്ക് ദിശയിൽ സൂക്ഷിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ കന്നിമൂല എപ്പോഴും പണം എടുക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനാൽ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമില്ലാത്തതായ ഒരു ധനം, അല്പം പണം മാറ്റി ഈ ദിശയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും ചെടികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിശയിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ തരുന്ന ചെടികൾ വരികയാണ് എങ്കിൽ, നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു. പ്രത്യേകിച്ചും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വളരെയധികം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. അരുത, കറ്റാർവാഴ എന്നിവ ഇവിടെ വളർത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അരുതയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. സന്താനങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യവും നൽകുവാൻ സാധിക്കുന്നതായ സസ്യം എന്ന പ്രത്യേകത ആരുതയ്ക്കുണ്ട്. അതിനാൽ ഈ സസ്യവും ഇവിടെ നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുക. വടക്ക് കിഴക്ക് ദിശയിൽ തുളസിയുണ്ട് എങ്കിൽ ഇവിടെ തുളസി നടാം, അഥവാ നിങ്ങൾക്ക് പരിപാലിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കേടായ ചെടികൾ, പ്രത്യേകിച്ചും മുള്ളുള്ളവ ഇവിടെ പാടുള്ളതല്ല. ഈ സസ്യങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. കൂടാതെ യൂഫോർബിയ, കള്ളിച്ചെടികൾ ഇവിടെ ഒരിക്കലും നിങ്ങൾ നടാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ചിലർ കരിവേപ്പ് ഈ ദിശയിൽ നട്ട് വളർത്തുന്നവരാകുന്നു. നിങ്ങൾ അത്തരത്തിൽ വളർത്തുന്നവരാണ് എങ്കിൽ അത് ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ ദിശയിൽ കരിവേപ്പ് നടാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും വലിയ ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. തീർച്ചയായും കന്നിമൂല ഏതൊരു വ്യക്തിയാണോ വീടുകളിൽ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നത്, അഥവാ ഏതെല്ലാം ഭവനങ്ങളിലാണോ ശരിയായി പരിപാലിക്കുന്നത്, ആ വീടുകളിൽ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനാൽ ഈ ദിശ എപ്പോഴും ഈ പരാമർശിച്ച രീതിയിൽ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.